Hello all to the second part of our The World of Designing chapter. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലുള്ള പ്രീവിയസ് ക്ലാസ്സിലുള്ള ഹോംവർക്ക് പരിചയപ്പെടാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മാർക്ക് ഈച്ച് ഓഫ് ദി ഫോളോവിങ് ആസ് കറക്റ്റ് ഓർ റോങ്. ഇതിൽ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു. റാസ്റ്റർ ഇമേജസ് ആർ മെയ്ഡ് ഓഫ് പിക്സൽ. ഇത് റൈറ്റ് ആണോ റോങ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇത് റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. വെക്റ്റർ ഇമേജസ് ലോസ് ദെയർ ക്ലാരിറ്റി വൈൽ സ്കെയിലിംഗ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് ചോദിച്ചിരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം വെക്റ്റർ ഇമേജസ് അത് സൂം ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്കെയിൽ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ഒരിക്കലും ലോസ് ആവില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വെക്റ്റർ ഇമേജസ് ഹാവ് സ്മോളർ ഫയൽ സൈസസ് കമ്പയർഡ് ടു റാസ്റ്റർ. റാസ്റ്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ വെക്റ്റർ ഇമേജസിന് സ്മോൾ ഫയൽ സൈസ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഒരുപാട് ആളുകൾ എനിക്ക് ഇത് ഓൺലൈനായിട്ട് അയച്ചു തന്നവരുണ്ട്, വാട്സപ്പിൽ അയച്ചു തന്നവരുണ്ട്, സ്കൂൾ ബീപ്പിൽ അയച്ചു തന്നവരുണ്ട്. ഇനി നിങ്ങൾ ഹോംവർക്കെല്ലാം ഓൺലൈനായിട്ട് ഞാൻ തരുന്ന ലിങ്ക് മുഖേന മാത്രം അയച്ചു തന്നാൽ മതിയാകും. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് കൂടി ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹോംവർക്ക് വളരെ കൃത്യമായി ചെയ്ത എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ഉബുണ്ടുവിലെ സോഫ്റ്റ്വെയർ ആണ് ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക് എഡിറ്റർ. ഇതാണ് ഇങ്ക്സ്കേപ്പിൻ്റെ ലോഗോ. ഇനി മുതൽ ലോഗോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ലോഗോ ഡിസൈനേഴ്സ് ആവാൻ പോവുകയാണ്. ഏതൊരു കമ്പനിയുടെ ലോഗോ കണ്ടു കഴിഞ്ഞാലും അതിലെന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു പഠനം നടത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. കാരണം ലോഗോ എന്ന് പറയുന്നത് ഡിസൈനിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇവിടെ ഇങ്ക്സ്കേപ്പിൻ്റെ ലോഗോ തന്നെ നോക്കി നോക്ക്. ഇങ്ക്സ്കേപ്പ് അതാണ് അതിൻ്റെ പേര്. അതിൽ ഒരു മഷി കൊണ്ട് ഒരു ചാലിച്ചിട്ട മാതിരി കുറച്ച് ഒരു ഡിസൈനിങ്, വെറുതെ ഇങ്ങനെ കുറച്ച് കളറ്, ഇത്ര മാത്രമേ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ അതിൽ തന്നെ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി, എന്താണ് ആ സോഫ്റ്റ്വെയറും കൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത് ഒളിഞ്ഞു കിടപ്പുന്നുണ്ട്. ലെറ്റ്സ് ഡിസ്കസ് ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ. ഇതൊരു വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് ക്രിയേറ്റ്സ് ഇമേജസ് വിത്ത് .svg ഫോർമാറ്റ്. ജിംബിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങൾ .svg ഫോർമാറ്റിലാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് വെക്റ്ററും റാസ്റ്ററുമായിരുന്നു. .svg ചിത്രങ്ങൾ വെക്റ്റർ ഫോർമാറ്റിലുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചിത്രങ്ങൾ വെക്റ്റർ ഫോർമാറ്റിലായിരിക്കും. ഇറ്റ് ഈസ് എ ഫ്രീ സോഫ്റ്റ്വെയർ. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. വാട്ട് ഈസ് ഫ്രീ സോഫ്റ്റ്വെയർ? എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് നിങ്ങൾക്കറിയാമോ? ഫ്രീ സോഫ്റ്റ്വെയർ, ദി സോഫ്റ്റ്വെയർ ദാറ്റ് യൂസർ ഹാസ് ദി ഫ്രീഡം ടു റൺ, കോപ്പി, ഡിസ്ട്രിബ്യൂട്ട്, സ്റ്റഡി, ചേഞ്ച് ആൻഡ് ഇംപ്രൂവ് ഈസ് കോൾഡ് ഫ്രീ സോഫ്റ്റ്വെയർ. എന്താണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ സ്വതന്ത്രമായി ഉപയോഗിക്കാനും ഉപയോഗക്രമത്തെക്കുറിച്ച് പഠിക്കാനും അതിൽ മാറ്റം വരുത്താനും യാതൊരു തടസ്സങ്ങളുമില്ലാതെ എത്ര പകർപ്പുകൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാനും സാധിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ. മനസ്സിലായോ എന്താ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന്? ഒന്നുകൂടി ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളായ ഒന്ന് വിൻഡോസ്, മറ്റൊന്ന് ഉബുണ്ടു. ഉബുണ്ടു സോഫ്റ്റ്വെയർ ഫ്രീ ആണെന്ന് പറയാൻ കാരണം വിൻഡോസ് സോഫ്റ്റ്വെയർ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം. ഫസ്റ്റ് കാരണം അത് തന്നെയാണ്. ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 5000 മുതൽ 6000, 7000 രൂപയൊക്കെ നമുക്ക് റേഞ്ച് വരും. അതതിൻ്റെ വേർഷൻ അനുസരിച്ചിട്ട്. എന്നാൽ ഉബുണ്ടു നമുക്ക് ഏത് സമയത്തും ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന് യാതൊരുവിധ ചെലവും വരുന്നില്ല. മറ്റൊന്ന്, വിൻഡോസ് നമുക്ക്
ഒരു പ്രാവശ്യം ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ 5000 രൂപ കൊടുത്തപ്പോൾ നമ്മൾ വാങ്ങിച്ചു എന്നിരിക്കട്ടെ, ഇത് കോപ്പി എടുത്ത് മറ്റൊരു ഡിസ്കിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ വേറൊരു സിസ്റ്റത്തിലേക്ക് ഷെയർ ചെയ്യാനോ കോപ്പി ചെയ്യാനോ ഒന്നും നിയമം അനുവദിക്കുന്നില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിയമപരമായിട്ട് തെറ്റാണ്. എന്നാൽ ഉബുണ്ടു ആണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് കോപ്പി എടുക്കാം, വേറെ ഏത് സിസ്റ്റത്തിൽ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൽ നിയമപരമായിട്ട് യാതൊരുവിധ തടസ്സങ്ങളും വരുന്നില്ല. മറ്റൊന്ന്, വിൻഡോസിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം തരുന്നില്ല. ഉബുണ്ടുവിലാണെങ്കിൽ സോഴ്സ് കോഡ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഈ സോഫ്റ്റ്വെയറിന് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാൻ ഉബുണ്ടു അനുവദിക്കുന്നുണ്ട്. എന്നാൽ വിൻഡോസ് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നതിന് അനുവദിക്കുന്നില്ല. ഇതൊക്കെയാണ് ഒരു ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു സാധനം, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തു, ഏതൊരു വസ്തു എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഡിസൈനിങ്ങിൽ ഒരു പേറ്റൻ്റ് ഉണ്ട്. പേറ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗദ്ധിക സ്വത്തവകാശത്തിന് ഗവൺമെൻറ് നൽകുന്ന ഒരു അംഗീകാരമാണ് പേറ്റൻ്റ് എന്ന് പറയുന്നത്. അതൊരു പേറ്റൻ്റ് കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ച വസ്തു എന്താണോ അത് മറ്റൊരാൾക്ക് പകർത്തെടുക്കാൻ കഴിയില്ല. അതിന് നിയമം അനുവദിക്കുന്നില്ല. ഇനി അങ്ങനെ ഒരാൾ പകർപ്പ് എടുക്കുകയാണെങ്കിൽ അതിന് നമ്മളുടെ സമ്മതം വേണം. പകർപ്പ് അവകാശം നമ്മൾ കൊടുക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾ സിനിമ കാണുന്നവരാണ്, പാട്ട് കേൾക്കുന്നവരാണ്. സിനിമ, പാട്ട്, നാടകം, പുസ്തകം ഇവയെല്ലാം ഒരാളുടെ തലയിൽ നിന്നും വരുന്നതാണ്. ഒരാളുടെ തലയിൽ നിന്നും വരുന്ന കാര്യങ്ങൾ അയാളുടെ കയ്യിലുള്ള ക്യാഷ് പോലെ തന്നെ പ്രാധാന്യമുണ്ട്. ഇയാളുടെ കയ്യിലുള്ള ക്യാഷ് മറ്റൊരാൾ കട്ടെടുക്കുമ്പോൾ വരുന്ന നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണോ അതേ തടസ്സങ്ങൾ തന്നെ ഇദ്ദേഹം നിർമ്മിച്ചെടുത്ത ഒരു സിനിമ മറ്റൊരാൾ എടുക്കുന്നതിലൂടെ നമുക്ക് നിയമപരമായിട്ട് നേരിടാൻ സാധിക്കും. അതേപോലെ തന്നെ ഇദ്ദേഹം നിർമ്മിച്ചെടുത്ത പാട്ടിനെ കോപ്പി അടിച്ച് വേറൊരു പാട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിനും കോപ്പിറൈറ്റ് ഉണ്ട്. ഇതൊന്നും ഫ്രീ അല്ല, ഒരു നിബന്ധനകൾക്ക് വിധേയമാണ്. അതുകൊണ്ട് ഫ്രീ സോഫ്റ്റ്വെയറും അതുപോലെ ഫ്രീ അല്ലാത്ത പെയ്ഡ് സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കോപ്പി ചെയ്യാം, മാറ്റം വരുത്താം, എത്ര പകർപ്പുകൾ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനത്തെ സോഫ്റ്റ്വെയറുകളെയാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞു. സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഏതൊരു സോഫ്റ്റ്വെയറിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കോഡുകളാണ്. നമുക്ക് ഈ കോഡുകളൊന്നും കാണാൻ പറ്റില്ല. പകരം ഒരു യൂസർ ഇൻ്റർഫേസ് മാത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന യൂസർ ഇൻ്റർഫേസിൻ്റെ ബാക്കിൽ കോഡിംഗ് ആണ് ചെയ്തു വച്ചിട്ടുള്ളത്. ഈ കോഡിങ്ങിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉബുണ്ടു തരുന്നുണ്ട്. ഏതൊരാൾക്കും കയറിയിട്ട് അതിൻ്റെ കോഡിങ്ങിൽ മാറ്റങ്ങൾ വരുത്താം. അതിനനുസരിച്ചിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഫ്രീ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് ഇങ്ക്സ്കേപ്പിൻ്റെ മറ്റു കുറച്ച് പ്രത്യേകതകൾ കൂടി നോക്കാം. ഇറ്റ് ക്യാൻ ഇമ്പോർട്ട് ആൻഡ് എഡിറ്റ് ബിറ്റ്മാപ്പ് ഇമേജസ്. ഇതിലേക്ക് ബിറ്റ്മാപ്പ് ഇമേജസ് അഥവാ റാസ്റ്റർ ഇമേജസ് ഇമ്പോർട്ട് ചെയ്യാനും അതേപോലെ എഡിറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ഇങ്ക്സ്കേപ്പിലുണ്ട്. ഫെസിലിറ്റി ടു കൺവേർട്ട് വെക്റ്റർ ഇമേജസ് ഇൻ ടു റാസ്റ്റർ ഇമേജസ്. ഇതിൽ വെക്റ്റർ ഇമേജസിനെ റാസ്റ്റർ ഇമേജസ് ആയി കൺവേർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക് എഡിറ്റർ. ഇത് നമുക്ക് ഉബുണ്ടു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യേണ്ട വിധം ആപ്ലിക്കേഷൻസിലും ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക് എഡിറ്റർ എന്ന് കൃത്യമായിട്ട് ഇതേ ഓർഡറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക് എഡിറ്റർ സോഫ്റ്റ്വെയർ ഓപ്പണായി വരുന്നതാണ്. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ഇങ്ങനെ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആദ്യം ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ. ഇവിടെ നമുക്ക് ഇങ്ക്സ്കേപ്പിൻ്റെ വിൻഡോ ഓപ്പൺ ആയി വരും.
ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് ന്യൂ ഡോക്യുമെൻ്റ് 1 എന്നാണ്. അത് നമ്മൾ സേവ് ചെയ്യാത്തതുകൊണ്ടാണ്. താഴെ കാണുന്നത് മെനു ബാറാണ്, അതിന് താഴെ കാണുന്നത് ടൂൾ ബാറാണ്. ഇനി ഇതാണ് ഇങ്ക്സ്കേപ്പിൻ്റെ ക്യാൻവാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈസ് ഡിഫോൾട്ട് A4 ആണ്. A4 സൈസാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ ക്യാൻവാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്യാൻവാസ് സുതാര്യമാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ഇപ്പോൾ ജിമ്പിലാണെങ്കിൽ ബ്ലെൻഡ് ടൂള്, ഫില്ല് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നിറം കൊടുക്കാൻ പറ്റുക. എന്നാൽ ഇങ്ക്സ്കേപ്പിൽ അത് പറ്റില്ല. കാരണം ഇങ്ക്സ്കേപ്പിൻ്റെ ക്യാൻവാസ് സുതാര്യമാണ്. ഈ കാണുന്നതാണ് ഇങ്ക്സ്കേപ്പിൻ്റെ പേജ് ബോർഡർ എന്ന് പറയുന്നത്. നമുക്കിതിലൊരു പേജ് കാണാൻ പറ്റും. A4 സൈസാണ് ഇത്, ഡിഫോൾട്ട് സൈസ് എന്ന് പറഞ്ഞു. അതിൻ്റെ ബോർഡറാണ് കണ്ടത്. ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും രൂപങ്ങളോ ചിത്രങ്ങളോ അക്ഷരങ്ങളോ ഒക്കെ എഴുതി കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിറം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, കളർ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ജിമ്പും ഇങ്ക്സ്കേപ്പും തമ്മിലൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പേജ് സൈസ് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. അത് നമ്മൾ ഫയലിൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളൊരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നു. ഇവിടെ നമുക്ക് പേജ്, ഗൈഡ്സ്, ഗ്രിഡ്സ്, സ്നാപ്പ്, കളർ, സ്ക്രിപ്റ്റിംഗ്, മെറ്റാഡാറ്റ, ലൈസൻസ്, ഇത്രയും ടാബുകൾ അവൈലബിൾ ആണ്. അതിൽ പേജ് എന്നുള്ള ടാബിന് കീഴിലായിട്ട് A4, ഇവിടെ ഡിഫോൾട്ട് A4 നമ്മളതിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. then അതിന് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് പേജിൻ്റെ ആ ഒരു ഘടന, എങ്ങനെയാണോ പേജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതാണ് ഓറിയൻറ്റേഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, 2 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. നമുക്കതിൽ ലാൻഡ്സ്കേപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം, എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് നോക്കാം. ലാൻഡ്സ്കേപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേജിൻ്റെ വിഡ്ത്ത് 297 ഹൈറ്റ് 210 ആയി ചേഞ്ച് ചെയ്തു. 210 mm ആയിട്ട്, മില്ലിമീറ്റർ ആയിട്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് വിഡ്ത്ത് 297 mm, ഹൈറ്റ് 210 mm. ഇതിനെ തിരിച്ച് നമ്മൾ പോർട്രേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടും. ഇപ്പോൾ 297 210 ആകും, ഹൈറ്റ് 297 ആകും. ഇങ്ങനെയാണ് പോർട്രേറ്റും ഓറിയൻറ്റേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുക. ഇനി ഇതിന് താഴെയായിട്ട് നമുക്ക് ബോർഡർ നോക്കാം. ബോർഡർ, ഷോ പേജ് ബോർഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ബോർഡർ അത് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടിക്ക് നമുക്ക് ഒഴിവാക്കി നോക്കാം, എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, നമ്മളത് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ പേജിൻ്റെ ബോർഡർ ഇപ്പോൾ കാണുന്നില്ല. അത് വീണ്ടും എനേബിൾ ചെയ്യുമ്പോൾ ബോർഡർ കാണുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഷോ ബോർഡർ ഷാഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ബോർഡറിൻ്റെ നിഴൽ നമുക്ക് കാണണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് വെക്കാം, വേണ്ടെങ്കിൽ അൺടിക്ക് ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, ഷാഡോ പോയി. അതിന് താഴെ ബോർഡർ കളർ ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു സംവിധാനം പഠിക്കാം. റീസൈസ് പേജ് ടു കണ്ടൻറ്റ്. റീസൈസ് പേജ് ടു കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ച ചിത്രത്തിന് അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ പേജിൻ്റെ സൈസ് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നൊരു ചിത്രം ഇപ്പോൾ തന്നിട്ടുള്ള A4 സൈസിനേക്കാളും വലുതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് പേജ് സൈസ് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനമാണ് റീസൈസ് പേജ് ടു കണ്ടൻറ്റ്. ഇനി ഈ ഒരു ക്യാൻവാസിലാണ് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് നമുക്ക് ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. ലെഫ്റ്റ് സൈഡിലാണ് ഇങ്ക്സ്കേപ്പിൻ്റെ ടൂളുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോ ടൂളും ഓരോ ആവശ്യത്തിനുള്ളതാണ്. ഓരോ ടൂളിനും ഓരോ പേരുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ ടൂളുകളും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഈ പേജിൻ്റെ ഈ ഒരു ക്യാൻവാസിൽ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തും. ജിമ്പ് പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ വ്യത്യാസം വരുന്നത് ടൂളുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ടൂൾസ് പരിചയപ്പെടാം. മുകളിൽ കാണുന്നത് മെനു ബാർ ആണ്. അതിന് താഴെ കാണുന്നത് ടൂൾ കൺട്രോൾ ബോക്സ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ടൂളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാണുന്ന ടൂൾ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂളാണ്. രണ്ടാമത്തെ ടൂൾ നോഡ് എഡിറ്റിംഗ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ടൂളുകൾ മാത്രമേ ഉള്ളൂ, നമുക്ക് ആവശ്യമുള്ള ടൂളുകൾ മാത്രം. നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ടൂൾ ബോക്സ് ആണ്. ടൂൾ ബോക്സിലെ ഫസ്റ്റ് ടൂൾ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂൾ, സെക്കൻഡ് നോഡ് എഡിറ്റിംഗ്. ഇവിടെ കാണുന്നത് ഒരു സ്ക്വയറിൻ്റെ ഐക്കൺ, ടു ഡ്രോ റെക്റ്റാങ്കിൾസ്. ഒരു സർക്കിൾ ഷേപ്പിൽ കാണുന്നത് ടു ഡ്രോ സർക്കിൾസ്.
The tool is used for drawing circles. ഇവിടെ നമുക്ക് വേറൊരു ഐക്കൺ കാണാം. ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് to draw Bezier curves, straight lines. The tool is used for drawing Bezier curves and straight lines. ഇവിടെ നമുക്ക് മറ്റൊരു ടൂൾ കാണാം. ഇത് യൂസ് ചെയ്യുന്നത് കാലിഗ്രാഫിക് ബ്രഷ് ടൂളാണ്. കാലിഗ്രാഫി ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും ഒക്കെയാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു ടൂള് ടു ക്രിയേറ്റ് ടെക്സ്റ്റ്. നമുക്ക് ഈ ഒരു പേജിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. ഇങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ടെക്സ്റ്റ് ടൂൾ. ഇനി ഇവിടെ കുറച്ച് ടൂളുകൾ ഇൻവിസിബിളായിട്ട് കിടക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പെയിൻറ്റ് ബക്കറ്റ്, ഗ്രേഡിയൻറ്റ്, മെഷ്, ഡ്രോപ്പർ, കണക്ടർ ഇങ്ങനെയൊക്കെ കുറേ ടൂളുകൾ കാണാം. നമുക്ക് ആവശ്യാനുസരണം ഈ ഒരു ടൂളുകളെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിന് ചുറ്റും ഈ ഒരു പേജിന് ചുറ്റും കാണുന്ന ഈ ഒരു ബോർഡർ, അത് പേജിൻ്റെ ബോർഡറാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഡിഫോൾട്ട് സൈസ്, പേജ് സൈസ് എന്ന് പറയുന്നത് A4 സൈസാണ്. ഇനി താഴെ കാണുന്നത് കളർ പാലറ്റ്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള കളറുകൾ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഇങ്ക്സ്കേപ്പിൻ്റെ വിൻഡോ. ഇപ്പോൾ നമ്മൾ ടൂളുകളൊക്കെ പരിചയപ്പെട്ടു. ഈ കാണുന്നതാണ് ടൂൾ കൺട്രോൾ ബാർ എന്ന് പറയുന്നത്. നമ്മളൊരു ടൂൾ സെലക്ട് ചെയ്താൽ മാത്രമേ ഇത് ആക്ടിവേറ്റ് ആവുള്ളൂ. നമ്മളൊരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ടൂളിലൊന്നും സെലക്ട് ചെയ്തിട്ടില്ല, ഈ സമയത്ത് ഇത് ആക്ടിവേറ്റ് ആവില്ല. ഇനി നമ്മൾ അതിൽ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇവിടെ ഈ ടൂൾ കൺട്രോൾ ബോക്സ് എന്ന് പറയുന്ന ഭാഗം ആക്ടിവേറ്റ് ആയി. ഇനി നമുക്ക് അവിടെ എഡിറ്റിങ്ങുകളൊക്കെ ചെയ്യാം. ഓരോ ടൂളിനനുസരിച്ചിട്ട് കൺട്രോൾ ബോക്സിൻ്റെ കണ്ടൻസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ടൂളിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റു ഓപ്ഷനുകളാണ് ടൂൾ കൺട്രോൾ ബോക്സിൽ കാണാം. അപ്പോൾ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂളിൻ്റെ തിക്നെസ്, ആംഗിള്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ വേറെ വരുന്നുണ്ട്. നമ്മളൊരു സർക്കിള് വരച്ച് നോക്കിയിട്ട് അതിൽ നിറം ആഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇങ്ക്സ്കേപ്പിൽ ഒരു ചിത്രം വരയ്ക്കുക, അതേപോലെ അതിലേക്ക് നിറം ആഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വൃത്തം വരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് കളർ പാനൽ അതുകൂടി പരിചയപ്പെടാം. കളർ പാനൽ നമ്മൾ പറഞ്ഞു ഒരുപാട് കളറുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് കളർ വേരിയൻസ് ഇതിൽ കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഈ ഒരു കളർ പാനലിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഒരു കളർ സെലക്ട് ചെയ്ത്, ബ്ലാക്കാണ് ഡീഫോൾട്ട് വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ഒരു സർക്കിൾ വരച്ചു. ഇതിൽ ഫില്ല്, സ്ട്രോക്ക് എന്ന രണ്ട് സംവിധാനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് കുറേ ഡോട്ട്സ് കാണാം. നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതിനാദ്യം സെലക്ട് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇത് സെലക്റ്റായി. നമുക്ക് ചുറ്റും കുറേ ഡോട്ടുകൾ കാണാം. ഈ ഡോട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ആയെന്ന് മനസ്സിലാക്കാം. നമുക്ക് കളർ സെലക്ട് ചെയ്യാം. ഒരു കളർ സെലക്ട് ചെയ്തു. ഇനി ഈ കളർ ആഡ് ആയിട്ടുള്ളത് രണ്ട് ഭാഗങ്ങളിലാണ്. ഒന്ന് ഇതിൻ്റെ ഉള്ളിലും മറ്റൊന്ന് ഔട്ട്ലൈനിലും. അപ്പോൾ ഈ ഒരു വൃത്തം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിന് ഔട്ട്ലൈനുണ്ട്, അതുപോലെ അതിൻ്റെ ഉള്ള് ഭാഗം, അകത്തെ ഭാഗമുണ്ട്. ഇതിന് രണ്ടിനും രണ്ടായിട്ടാണ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, നോൺ എന്ന് നമ്മൾ ഏറ്റവും എൻഡിലുള്ള ആ ഒരു ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കളറും ഇല്ലാത്ത അവസ്ഥ വന്നു. നമ്മൾ വേറെ കളർ സെലക്ട് ചെയ്തപ്പോൾ ആ കളർ വന്നു. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫിൽ ആൻഡ് സ്ട്രോക്ക്. നമുക്ക് സ്ട്രോക്ക് കൊടുക്കാനും അതേപോലെ ഫില്ല് ചെയ്യാനുമുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ച സർക്കിളിൻ്റെ ഉള്ളിൽ ഏത് കളറാണ് വേണ്ടത് ആ കളർ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫില്ല് ഉപയോഗിക്കുന്നത്. സ്ട്രോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്ലൈൻ എന്ത് കളർ വേണം, അതിന് എത്ര തിക്നെസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രോക്ക് എന്നുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുള്ളത്.
ഫിൽ ആൻഡ് സ്ട്രോക്ക് കിട്ടണതിന് ഷിഫ്റ്റ് കൺട്രോൾ എഫ് എന്ന ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽ ആൻഡ് സ്ട്രോക്കിലേക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് ഫില്ലിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നോ പെയിൻറ്റ്, ഫ്ലാറ്റ് കളറ്, ലീനിയർ ഗ്രേഡിയൻറ്റ്, അതുപോലെ റേഡിയൽ ഗ്രേഡിയൻറ്റ്, ഇങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ഫില്ല് ചെയ്യാം. എന്നാൽ സ്ട്രോക്ക് പെയിൻറ്റ് എന്ന ടാബിന് കീഴിലാണെങ്കിൽ സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്ലൈൻ ആണ്. അപ്പുറത്ത് സ്ട്രോക്ക് സ്റ്റൈലുണ്ട്. സ്ട്രോക്ക് സ്റ്റൈലിൽ അതിൻ്റെ വിഡ്ത്ത് എത്രയുണ്ട്, ഇപ്പോൾ ഡാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിലുള്ളത്. ഇപ്പോൾ വിഡ്ത്ത് നമ്മളിവിടെ കൂട്ടി കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ്റെ വിഡ്ത്ത് കണ്ടോ, കൂടുന്നത് കണ്ടോ. ഇനി അതിൻ്റെ ഔട്ട്ലൈൻ ഇപ്പോൾ ഒരു ഡാഷ് രൂപത്തിലാണ്, നമുക്കത് ആണെങ്കിൽ ഡോട്ടഡ് ആക്കാം. നമുക്ക് ഏത് രൂപത്തിലേക്ക് മാറ്റണോ അത് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ ഡീഫോൾട്ട് ഡാഷ് തന്നെയാണ്, അത് കിടക്കട്ടെ. ഒപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സുതാര്യത. നമ്മൾ ഈ ഒപ്പാസിറ്റി ഇപ്പോൾ 100ലാണ് കിടക്കുന്നത്. ഇത് നമുക്ക് കുറയ്ക്കും തോറും അതിൻ്റെ കളറ് കുറഞ്ഞു വരും, ട്രാൻസ്പെറൻസി കൂടി വരും. ഒപ്പാസിറ്റി കുറയ്ക്കും തോറും ട്രാൻസ്പെറൻസി കൂടും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇത്രയുമാണ്. ഇങ്ക്സ്കേപ്പ്, അതിൻ്റെ ക്യാൻവാസ്. ദ ക്യാൻവാസ് ഓഫ് ഇങ്ക്സ്കേപ്പ് ഈസ് ട്രാൻസ്പെറൻറ്റ്. ഡിഫോൾട്ട് പേജ് സൈസ് ഈസ് A4. We can change the page size at any stage of work. ഇതൊക്കെയാണ് ഇങ്ക്സ്കേപ്പിൻ്റെ ഫീച്ചേഴ്സിൽ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അതേപോലെ നമുക്ക് പേജിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ, ടു ചേഞ്ച് ദ പേജ് പ്രോപ്പർട്ടീസ്, ഫയൽ, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ്, ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേജിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിൽ ഡിഫോൾട്ടായിട്ട് A4 ഉണ്ടാകും. ഈ A4 നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചിത്രത്തിൻ്റെ വലുപ്പം എത്രയാണോ ആ വലുപ്പത്തിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇനി ടു ചേഞ്ച് പേജ് സൈസ് അക്കോർഡിംഗ് ടു ദി കണ്ടൻറ്റിനനുസരിച്ചിട്ട് പേജ് സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇങ്ക്സ്കേപ്പിലുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റിൽ പ്രോപ്പർട്ടീസ് റീസൈസ് പേജ് ടു കണ്ടൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരച്ച ചിത്രങ്ങൾ എത്ര വലുതാണെങ്കിലും ആ വരച്ച ചിത്രത്തിനനുസരിച്ചിട്ട് പേജിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് റീസൈസ് പേജ് ടു കണ്ടൻറ്റ്.